പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. സാധാരണ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം 2024 KCS റൂൾസ് അമെൻമെൻറ്റിനെ പറ്റി നമുക്കറിയാം അല്ലേ. അപ്പോൾ അവിടെ ചട്ടങ്ങളിൽ വന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന മാറ്റങ്ങൾ നമ്മുടെ പരീക്ഷാ രീതിയിലും ഇനി പ്രതിഫലിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ അടുത്ത മാസം ഏപ്രിലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു നോട്ടിഫിക്കേഷനോടുകൂടി വലിയൊരു മാറ്റം പരീക്ഷയുടെ പാറ്റേണിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. അത് 160 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിന്ന് 100 ക്വസ്റ്റ്യനിലേക്ക് നിജപ്പെടുത്തിക്കൊണ്ട്, അതായത് നമുക്ക് നിലവിൽ 80 മാർക്കിൻ്റെ പരീക്ഷയാണ്. ആ പരീക്ഷ 100 മാർക്കിലേക്ക് ആക്കുകയും 100 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന രീതിയിൽ ആകെ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മണിക്കൂറായിരുന്നു നേരത്തെ പരീക്ഷയെങ്കിൽ ഇനി അത് 1.5 മണിക്കൂറായിട്ട് ചുരുക്കി 100 ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് നൽകത്തക്ക രീതിയിലുള്ളൊരു മാറ്റം, ഒരു സമഗ്രമായ മാറ്റം ആ പരീക്ഷ പാറ്റേണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സഹകരണ ഉദ്യോഗാർത്ഥികൾ വളരെ ഉത്കണ്ഠയോടുകൂടി തന്നെ നോക്കിക്കാണുന്ന മറ്റൊന്നാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യം നമുക്കറിയാം 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്നത്. അത് 80 മാർക്ക്, അര മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റ്യൻസിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് എന്ന രീതിയിൽ പരീക്ഷ 100 ചോദ്യങ്ങളിലേക്ക് ചുരുങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ആ ഒരു പേടി വേണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെഗറ്റീവ് മാർക്ക് CSE പരീക്ഷകൾക്ക് ഉണ്ടാവില്ല എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയാൻ സാധിച്ചത്. അതുപോലെ റിസർവേഷൻ പാറ്റേണിൽ ഭിന്നശേഷി വിഭാഗത്തിൽ 3% റിസർവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 4% ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ മാർക്ക് അത് 15 മാർക്കായിരുന്നു നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അത് 20 മാർക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ, 20 മാർക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ മിനിമം മാർക്ക് 3 ആയിരുന്നു ഇൻ്റർവ്യൂവിന്, അത് 4 ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഉള്ള മാറ്റങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനോട് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ അപ്രൈസൽ തസ്തികയുണ്ട്. ഓരോ സഹകരണ സംഘങ്ങൾക്ക് അപ്രൈസൽ തസ്തികയുണ്ട്. അതായത് മാനേജിംഗ് കമ്മിറ്റിയാണ് അപ്രൈസൽ തസ്തികയിലുള്ള കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനി ബോർഡ് മുഖേന CSE പരീക്ഷ മുഖേന തന്നെ എടുക്കണമെന്നുള്ളൊരു തീരുമാനം കൂടെ വന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. 6 മാസത്തിനുള്ളിലുള്ള പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹകരണ മേഖലയിലെ സമഗ്രമായ ഒരു മാറ്റം, പരീക്ഷയുമായി ബന്ധപ്പെട്ട മാറ്റം, അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അടുത്ത പരീക്ഷ നോട്ടിഫിക്കേഷൻ ഈ ഏപ്രിലിൽ ഉണ്ടാകുന്നതായിരിക്കും. ആ പരീക്ഷയെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ ആരംഭിക്കേണ്ടതാണ്. ആ ഒരു തയ്യാറെടുപ്പ് കൃത്യമായ ഫോക്കസിലൂടെയാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ ആ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പാലിച്ചാണ് പോകുന്നതെങ്കിൽ, ഈ പറയുന്ന 100 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അത് 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ പരീക്ഷ എഴുതി തീരണമെങ്കിൽ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പഠനവും പ്രാക്ടീസും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും കൃത്യമായിട്ടുള്ള പരിഗണന നൽകി പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സമയബന്ധിതമായിട്ട് ആ 100 ക്വസ്റ്റ്യൻസ് കൃത്യമായി എഴുതുകയും റാങ്ക് ലിസ്റ്റിലെത്താനും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ടൈമിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വലിയ സാധ്യതയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ ഒരു സാധ്യതയെ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായ പഠനത്തിലുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഉടൻ ആരംഭിക്കുക. ഓക്കെ, അപ്പം നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഏപ്രിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. CTയുടെ സഹകരണ പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ, അതുപോലെ ഏറ്റവും പുതിയ സഹകരണ മേഖലയിലെ അറിയിപ്പുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നു, ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഏപ്രിലിലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായും ചിട്ടയായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.